നമസ്കാരം, ഞാൻ വിനോദാണ്. വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ ഏറ്റവും പുതിയ ഒരു കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ റിട്ടയർ ചെയ്ത ആൾക്കാരെല്ലാം കുറച്ച് പേർ ഒന്നിച്ച് യാത്ര ചെയ്ത ഒരു വീഡിയോയാണ്. യാത്ര മാങ്കുളത്തേക്കാണ്. നേരിമംഗലത്തെത്തി ഞങ്ങൾ ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ച് വെള്ളമൊക്കെ വാങ്ങി അവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. പോകുന്ന വഴി നമ്മൾ നേരിമംഗലം കഴിഞ്ഞ് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിലെത്തി. മഴക്കാലമായതുകൊണ്ട് തന്നെ ധാരാളം വെള്ളമുണ്ട് എന്ന് പറഞ്ഞ് ഭയങ്കരമായ വെള്ളമൊന്നുമില്ല. അവിടെ ഒന്ന് ചെറിയ ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തി ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യുന്ന ഈ ആൾക്കാരെല്ലാവരും റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. ഈ വരുന്നയാളാണ് ശിവൻ. അതായി പോകുന്നു. ഇവരെയൊക്കെ ഞാൻ പോണ്ട വേയിൽ പോകുന്ന വഴിയിൽ പരിചയപ്പെടുത്താം. ഇത് മാത്യൂസ് കറിയ. ഇത് വളരെ സീരിയസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന റോയി അദ്ദേഹം. ഇത് സന്തോഷ് PN. ഇത് ഞാൻ. ഈ കാണുന്നത് കല്ലാറാണ്. അങ്ങനെ ഞങ്ങൾ കുരിശുപാറ എത്തി. കുരിശുപാറ വന്നപ്പം നമ്മുടെ മാത്യുവിന് പഴയ ചില ഓർമ്മകൾ ഓർമ്മ വന്നു. അദ്ദേഹം അത് അയവർ ഒരു പ്ലോട്ട് 2.5 ഏക്കറാണ്. അതായത് ഈ മിലിറ്ററിക്കാർക്ക് കിട്ടുന്ന സ്ഥലമാണ്. 2.5 ഏക്കർ സ്ഥലം. ഞങ്ങളവിടെ ചേട്ടൻപുള്ളിയും ചേട്ടന്മാരൊക്കെ പോയി അവിടെ റബ്ബറൊക്കെ വെച്ചു. 84 കാലഘട്ടങ്ങളിൽ ഞാൻ ഇവിടുന്ന് നടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ അന്ന് വണ്ടിയൊന്നുമില്ല. ഈ 6-ാം മൈലിൽ നിന്ന് നടന്ന 23-24 കിലോമീറ്റർ ആനക്കുളത്തിൽ നടന്നു പോയിട്ടുണ്ട്. നിങ്ങളൊക്കെ കഥ പറഞ്ഞല്ലോ. 82 കഥ ആരും പറഞ്ഞില്ലല്ലോ. 84-85 കാലഘട്ടങ്ങളിൽ നടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി റബ്ബറൊക്കെ വെച്ചു. ഒരു 88 വർഷത്തിലെ സ്ഥലം ഞങ്ങൾ വിറ്റു. അതായത് ഇപ്പൊ നമ്മൾ ആന ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് 2 പ്ലോട്ട് അപ്പുറം അടുത്ത സ്ഥലം. ഞാൻ ഇപ്പൊ പോകുമ്പോ കാണിച്ചു തരാം. ആ സ്ഥലം കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ ഒരു ചരിത്രം ഇറങ്ങുന്ന സ്മരണ എന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ഒരു സ്മരണ പറയാൻ ആർക്കും കഴിയില്ല. എന്റെ 2 ജ്യേഷ്ഠന്മാർ ഇവിടെ താമസിക്കുന്നുണ്ട്. നല്ല ലോകിയാണ്. ഞാൻ കൂടുതൽ വിഷയം പറയുന്നില്ല. ഞാൻ കൃഷി എടുക്കാൻ പോയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിവാസി കുടിയിലാട്ടോ. നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അങ്ങനെ പോകുന്ന വഴി നല്ല തണ്ണിയാറിൻ്റെ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ അവിടെ ഞങ്ങൾ നിർത്തി. നല്ല രസമുള്ള വെള്ളച്ചാട്ടമാണ് കേട്ടോ. ആസ്വദിച്ച് നിന്നു പോകും. പോരാത്തതിന് മഴയുടെ ഇരമ്പവും അതുതന്നെയല്ല ഈ പുഴയുടെ കളകളാരവും. അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോഷൂട്ടും ഒക്കെ കഴിഞ്ഞ് പതിയെ അവിടെ നിന്ന് നമ്മൾ വിട പറയണം. ദൂരെ അതൊരു ജീപ്പ് പോകുന്നു. ആ കാഴ്ചയെ കണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. കാലിൽ അട്ട കടിക്കാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. അത് വളരെ ശ്രദ്ധിച്ച് വേണം ഇവിടെയൊക്കെ ഇറങ്ങാനായിട്ട്. അത് തന്നെയല്ല വഴുക്കലുള്ള സ്ഥലമാണ്. അപ്പം ഈ മഴക്കാലത്ത് വരുന്നവർ ഈ വെള്ളത്തിലൊന്നും ഇറങ്ങാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക. ഈ വരുന്നയാളാണ് രാജൻ മാഷ് എന്ന് പറയുന്നത്. ഞങ്ങൾ വിളിക്കുന്ന രാജൻ സാറ്. പുഴയെ നമുക്കൊന്ന് എത്തി നോക്കാം, ഒളിഞ്ഞു നോക്കാം. എല്ലാവരും ഒരു ജോളി മൂഡിലായി കഴിഞ്ഞു. അയ്യേ, ഒരു ലൈഫില്ലല്ലോ.
അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി. അങ്ങനെ തേയിലത്തോട്ടങ്ങളിലെ ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സ്ഥലമെത്തി. ഇത് വിരിപാറയാണ്. വിരിപാറ ഈ കാണുന്നത് ലക്ഷ്മി എസ്റ്റേറ്റ് ആണ്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടുള്ള വിരിപാറയാണ്. ഇവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. അത് തന്നെയല്ല, അവിടെ ഒരു വിരിപാറ ബിയർ എന്ന് പറയുന്ന ഒരു ചെക്ക് ഡാമുണ്ട്. അതൊന്ന് നമുക്ക് നടന്ന് കാണാമെന്ന് നോക്കാം. കുറച്ച് ദൂരം കൂടെ മുമ്പോട്ട് പോയാൽ മതി. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടും ഒക്കെ നടത്തി. പതിയെ അവിടെ നിന്നും പുറപ്പെട്ടു. ഇനി വിരിപാറ വാട്ടർഫാൾസും വിരിപാറ ബിയറുമാണ് അടുത്ത ലക്ഷ്യം. ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി അപാരമാണ് കേട്ടോ. വിരിപാറയിലേക്ക് നമ്മളെ നയിക്കുന്നത് ഇവിടെ എഞ്ചിനീയർ ആയിരുന്ന ശ്രീ തോമസ് വിവിയാണ്. ഇതാണ് ആ നടപ്പാത. ഇവിടുന്ന് നടന്നു വേണം പോകാനായിട്ട്. ശരിക്കും മൂന്നാർ ലക്ഷ്മി എസ്റ്റേറ്റിലേക്കുള്ള, മൂന്നാറിൽ നിന്നും ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളത്തേക്കുള്ള വഴിയിലൂടെയാണ് വിരിപാറ ചെക്ക് ഡാമിലേക്ക് വാട്ടർഫാൾസിലേക്ക് എത്തേണ്ടത്. ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. ഞങ്ങളൊക്കെ KSEB സ്റ്റാഫ് ആയതുകൊണ്ട് മാത്രം അനുവാദം കിട്ടുകയും അതിലൂടെ നടക്കുകയും ചെയ്തതാണ്. എല്ലാവർക്കൊക്കെ മുട്ടിന് തേയ്മാനവും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നടപ്പിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഉഷാറായിരുന്നു കേട്ടോ. ഈ സമയത്ത് മഴയില്ലായിരുന്നതുകൊണ്ട് നടക്കാനൊരു സുഖമുണ്ടായിരുന്നു. അന്തരീക്ഷത്തിനൊരു ചെറിയ തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ നടപ്പ്. കാഴ്ചകൾ കാണാൻ പോവാം. അങ്ങനെ നമ്മൾ വിരിപാറ ബിയർ സൈറ്റിലെത്തി, അതായത് വിരിപാറ വാട്ടർഫാൾസിലെത്തി. ഈ വാട്ടർഫാൾസ് എന്ന് പറയുന്നതിന് ഇതിന് കൈനഗിരി വാട്ടർഫാൾസ് എന്നൊരു പേരൂടെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്നാറിൽ നിന്നും 15 കിലോമീറ്റർ ദൂരെയാണ് ഈ വിരിപാറ വാട്ടർഫാൾസ്. മാങ്കുളം റിവറിന് അല്ലെങ്കിൽ കല്ലാർ റിവറിന് അക്രോസ് ആയിട്ടുള്ളതാണ് ഈ വിരിപാറ വാട്ടർഫാൾസ്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചെരുപ്പൊക്കെ ഇട്ടേ ഇതിലൂടെ നടക്കാവുള്ളൂ. വഴുക്കലുണ്ടാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നടക്കണം. ഞങ്ങളിപ്പോൾ വെയിൽ തെളിഞ്ഞിരുന്നത് കൊണ്ട് ഈ ഉണങ്ങിയ സ്ഥലം നോക്കി മാത്രമാണ് കാല് വെച്ച് പോകുന്നത്, അല്ലെ തെന്നി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ വഴുക്കലുള്ള സ്ഥലമാണ്. ഇവിടെ ബെസ്റ്റ് ടൈം, ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മൺസൂൺ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ വെയർ നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് ഒഴുകുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിലൂടെ നടക്കാൻ പറ്റില്ല, പക്ഷേ വെയറിൻ്റെ മുകളിലൂടെ ഇതേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. വെയറിൻ്റെ മുകളിലൂടെ നമുക്ക് നടക്കാനായിട്ട് സാധിക്കും.
വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ചുറ്റും മലനിരകൾ തന്നെയല്ല, തേയിലത്തോട്ടവും ചുറ്റും നല്ല പച്ചപ്പും ഒക്കെ ആയിട്ട് നടുക്ക് ഈ വെള്ളവും. ഇവിടെ കുളിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്, വളരെ സൂക്ഷിക്കണമെന്ന് മാത്രം. കുളിച്ച് വെള്ളം ഒക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഇച്ചിരി സേഫ്റ്റി ശ്രദ്ധിക്കണമെന്ന് മാത്രം. കൂടുതൽ നനവുള്ള സ്ഥലങ്ങളിൽ വഴുക്കലുണ്ടാവും, അതുകൊണ്ട് നല്ല ചെരുപ്പൊക്കെ ഉപയോഗിച്ച് നടക്കുക. അദ്ദേഹമാണ് ശ്രീ തോമസ് വി വി. അദ്ദേഹം ഇവിടെ സർവേ ഒക്കെ നടത്തിയിട്ടുള്ള ആളാണ് സർവീസിലുണ്ടായിരുന്ന കാലത്ത്. ഇത് ഞാനാണ് കേട്ടോ, ആ പുറകിൽ നിൽക്കുന്ന ആളാണ് തോമസ് വി വി. അവിടെ നിന്ന് ഞങ്ങൾ പതിയെ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന വഴിക്കാണ് ഒരു ചെടി കണ്ട് മാത്യു അതിനെക്കുറിച്ച് പറയുകയാണ്. മകള് വിളമ്പി, മകളൊരു സുന്ദരി. ഇതാണ് ആ ചെടി. ഇതാണല്ലേ ഇത് മകളുടെ സുന്ദരി. കാടും ഈ കാടിന്റെ കുളിരും കോരിത്തരിക്കുന്ന നിമിഷം, വികാരം പൂക്കുന്ന നിമിഷം, ഈ കാടും ഈ കാടിന്റെ കുളിരും. ഇതെല്ലാം കണ്ടപ്പോൾ സീമയും തേനയും ഓർത്തു പോയി എന്ന് പറഞ്ഞാണ് മാത്യു പാട്ട് പാടുന്നത്. അങ്ങനെ ഞങ്ങൾ താഴെ തിരിച്ച് വണ്ടിയുടെ അടുത്ത് വന്നു. ഇനി ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ് അടുത്ത ലക്ഷ്യം. മണി 1:30 ആയിട്ട്. അങ്ങനെ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിരുന്ന അളിയൻ സ്പൈസസ് ആൻഡ് കോഫി ഹൗസിൽ അവിടെ ഞങ്ങൾ ഭക്ഷണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഭക്ഷണം കഴിക്കാൻ കയറി. പക്ഷേ ഞങ്ങളുടെ ഒരു അത്ര നല്ല അനുഭവമല്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. സൗകര്യമുള്ളവർക്ക് കഴിക്കാം, അത്രയുമേ ഉള്ളൂ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ കല്ലാറിൻ്റെ കുറച്ച് വ്യൂസ് കാണാം കേട്ടോ. ചെറിയ കൈത്തോടുകളും പാറക്കടയിൽ കൂടെ വെള്ളം ഒഴുകുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ട് ആനക്കുളത്തേക്ക് പോകും. ആനക്കുളത്ത് പോകുമ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം ധാരാളം വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കാണാം. ഞങ്ങൾക്ക് വൈകിട്ട് തിരിച്ചു പോകേണ്ടതുള്ളത് കൊണ്ട് ആനകളെ 4 മണി മുതൽ ആനകളെ കാണാനുള്ള സൗകര്യം, അല്ലെങ്കിൽ ആനകൾ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടും കൂടിയാണ് ഞങ്ങൾ മഞ്ഞുമൂടിയ മലനിരകളൊക്കെ നമുക്ക് കാണാം. മനമണഞ്ഞ് പുൽകി നിന്ന മോഹം ഇളപൂന്തന്നലെ ഒരു ലഹരിയിൽ ഒഴുകി വരും. ശരിക്ക് മലയെടുത്ത് മടിയിൽ വെച്ച് മേങ്ങണെന്ന് ശ്രീകോമരൻ നമ്മുടെ പാട്ടിൽ വരുമ്പോൾ നമ്മൾ നോക്കുമ്പോ മല ഇരിക്കുന്ന എവിടെയാ? മഴ ഒരു പാട്ട് തുടങ്ങി. കണ്ടില്ല നിന്നെ മാത്രം, കാത്തിരുന്നു നിന്നെ മാത്രം, കണ്ടില്ല നിന്നെ മാത്രം, കാത്തിരുന്നു നിന്നെ മാത്രം, ചന്ദനക്കുഴി കൂട്ടി പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാൻ പൂമരക്കൊമ്പിൽ, പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. നീയൊരു സുന്ദര രാഗമായി പൊന്നോടക്കുഴലിൽ വന്നോളിച്ചിരുന്നു. ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനോ കൈകനികൾ ഭക്ഷിപ്പാനോ ഭിന്നിന്നോ. ആദാമേ നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം സൂക്ഷിപ്പാനോ കൈകനികൾ ഭക്ഷിപ്പാനോ. തോട്ടക്കാരൻ പയ്യം വന്ന് കയ്യെ പൂടിച്ചാൽ, ആമാ തോട്ടക്കാരൻ പയ്യം വന്ന് കയ്യെ പൂടിച്ചാൽ, ഏനെങ്കിലേ പറ്റിക്കെട്ട് പരിപ്പരുന്ന് പറ്റിനാടിയോ പറ്റിനാടിയോ. വരുന്ന വഴി ഞങ്ങൾ മാങ്കുളം പ്രോജക്റ്റിൻ്റെ ഓഫീസിലൊന്ന് കയറി. മഴയായിരുന്നു. മാങ്കുളം പ്രോജക്റ്റ് നടക്കുന്ന സൈറ്റിലേക്കൊന്ന് പോകാമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയായിരുന്നു. പക്ഷേ
ശക്തമായ മഴ കാരണം ഞങ്ങൾ ആ പരിപാടി ഉപേക്ഷിച്ചു. അത് തന്നെയല്ല, കുറേ ദൂരം നടക്കേണ്ടതുള്ളത് കൊണ്ട് ആ കാഴ്ചകളിൽ വേണ്ടാന്ന് വെച്ച് വീണ്ടും ആനക്കുളത്തേക്ക്, അവിടുത്തെ പ്രകൃതി രമണീയമായിട്ടുള്ള അല്ലെങ്കിൽ ഭംഗിയുള്ള പൂക്കളുടെ പടവും ഇലകളുടെ പടവും പച്ചപ്പും ഒക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ ആനക്കുളത്തേക്ക് യാത്ര തുടരുകയാണ്. അങ്ങനെ ആനക്കുളത്തേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനക്കുളത്തിൻ്റെ പ്രത്യേകത അറിയുമല്ലോ, ഏതാണ്ട് മിക്ക ദിവസവും പകൽ 4 മണി മുതൽ ആനകൾ ചെറുകൂട്ടങ്ങളായിട്ടും വലിയ കൂട്ടങ്ങളായിട്ടുമൊക്കെ വരും. ദൂരെ ഒരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാം വരും. ആ ആനക്കുളത്തെ ഈ ചോലയിൽ, ഈറ്റച്ചോലയാർന്നാണ് പറയുന്നത്, ആ പുഴയിൽ എന്തോ മിനറൽസ് ഉള്ള ഉപ്പുരസം പോലെയുള്ള എന്താണെന്ന് തോന്നുന്നു. ആനകൾ വന്ന് അവിടെ തുമ്പിക്കൈ നീട്ടി വന്ന് വെള്ളം കുടിക്കും. പക്ഷെ ആനകൾ അവിടെ കുളിക്കാറില്ല. ചെറിയ കുട്ടിയാനകളുണ്ടെങ്കിൽ മാത്രമേ അവിടെ കുളിക്കാറുള്ളൂ. ഇന്നത്തെ നമ്മുടെ ഭാഗ്യം എങ്ങനെ ഉണ്ടാകുമെന്ന് കണ്ടറിയണം. പോയി നോക്കാം. അറിഞ്ഞത് 2-3-4 ദിവസമായിട്ട് ആനകൾ വരുന്നില്ലായിരുന്നു എന്നാണ്. എന്നാലും നമ്മൾ ചെല്ലുന്നതുകൊണ്ട് ചിലപ്പോൾ ആനകൾ വന്നാലോ ഒരു പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആനക്കുളത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആനക്കുളത്തെത്തി. ആനക്കുളം ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആനകളും മനുഷ്യരും തമ്മിൽ വളരെ സൗഹൃദത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശമാണ് ഈ ആനക്കുളം. ഒരിക്കലും ഈ കാണുന്ന പുഴയുടെ ഇപ്പുറത്തേക്ക് ആനകൾ ഇതുവരെ വന്നിട്ടില്ല. അപ്പുറത്തേക്ക് ജനങ്ങളും ആനയുള്ള സമയത്ത് പോകാറുമില്ല. അപ്പോൾ നാളെ നമ്മൾ ഇപ്പോൾ ആന വരാനുള്ള സാധ്യത കുറവാണെന്നാണ് അറിയുന്നത്. കുറേ കാഴ്ചക്കാരൊക്കെ ഇവിടെയുണ്ട്. നമ്മൾ പുറത്ത് ആനക്കുളത്തിൻ്റെ ചോലയിൽ, ഈറ്റച്ചോലയിൽ ഇറങ്ങി നമ്മൾ സൈഡിൽ നിന്ന് 2 ഫോട്ടോയൊക്കെ പിടിച്ചു. അപ്പോൾ അവിടെ ഒരു പൊന്മാനെ നമ്മൾ കണ്ടു. ആ പുള്ളിയെ നമ്മൾ ഷൂട്ടിങ് ലിസ്റ്റിലാക്കി. കുറച്ചു നേരം ഞങ്ങൾ കാത്തിരുന്നു. 5:30 വരെയോളം ഞങ്ങൾ കാത്തിരുന്നു. അപ്പോൾ ഇനിയും ആനകൾ വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് അറിയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ്. ഇവിടെയാണ്, ഈ പുഴയിലാണ് ആനകൾ വന്ന് ബബിൾസ് പോലെ വരുമ്പോഴും അപ്പോൾ അതിനകത്ത് തുമ്പിക്കൈ ഇട്ടിങ്ങനെ നിൽക്കും. ഈ ചോലയിൽ കുളിക്കില്ലെന്നാണ് പറയുന്നത് ആനകൾ. ചെറിയ ആനകൾ മാത്രമേ കുളിക്കുള്ളൂ. അവിടെ ഒരു ബസ് വരുന്നുണ്ട്. ഈ ബസ് ആനക്കുളത്തേക്ക് ട്രിപ്പ് അടിക്കുന്ന ലൈൻ ബസ്സാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകൾ മതിയാക്കി തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോകുമ്പോഴാണ് 2 പേരുടെ കാലിൽ എപ്പോഴോ അട്ട കടിച്ചിരുന്നു. കുറച്ച് ചോരയൊക്കെ കുടിച്ച് അട്ടകൾ താഴെ വീണ് പോയി. അപ്പോൾ നമ്മൾ ഡെസ്റ്റിനേഷൻ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോരുന്ന വഴിക്ക് വീണ്ടും അങ്ങോട്ട് പോയപ്പോൾ ഇറങ്ങിയ നല്ല തണ്ണിയാറിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ നിന്നു. കാരണം ആ പ്രദേശം അത്ര ഭംഗിയാണ്, അത്ര രസമാണ് അവിടെ നിൽക്കാനായിട്ട്, ആ ആറ് കാണാനായിട്ട്. അതിനെക്കുറിച്ച് 2 വാക്ക് മാത്യു പറയും, നമുക്ക് കേൾക്കാം. അടിമാലിക്ക് പോകുന്ന വഴിയാണിത്. വളരെ പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലമാണിത്. കാരണം ഒരു സൈഡിൽ പുഴ, അങ്ങനെ എല്ലാം കൊണ്ടും വളരെ പ്രകൃതി ഭംഗി ഉള്ള ഒരു സ്ഥലമാണിത്. ഇവിടെ ഒന്ന് വരേണ്ടതാണ് എല്ലാവരും. അതായത് നമുക്ക് നമ്മുടെ സിറ്റിയിൽ നിന്നുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ്
ഒരു എൻജോയ്മെൻറ്റ് ചെയ്യാനായിട്ട് നമുക്കിവിടെ എത്താൻ നമുക്കിവിടെ കാനന ഭംഗി ആസ്വദിക്കാം. ഈ പുഴയെന്ന് പറയാൻ പറ്റില്ല, നമുക്കൊരു ആറ്, അതായത് നല്ല തണ്ണിയാറാണ് ഈ ഒഴുകുന്ന നല്ല തണ്ണിയാറാണ്. ആ ആറിൻ്റെ ആ ഒരു പതഞ്ഞൊഴുകുന്ന ആ അന്തരീക്ഷം, അതിൻ്റെ ആ കളകള നാദം, അത് വളരെ ഒരു ഭംഗിയാണ്. അതിൻ്റെ ആ സൗണ്ട് നമുക്ക് സാധാരണ നമ്മുടെ മൂവാറ്റുപുഴ പോലെയോ എറണാകുളത്തൊരു പുഴ പോലെയോ ഒന്നുമല്ല. അതിൻ്റെ ആ ഒച്ച വളരെ സൗണ്ട്, ആ സൗണ്ട് നമുക്കെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ പതിക്കുന്ന, ആ ഹൃദയത്തിൽ സ്പർശിക്കുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ എല്ലാവരും ഇവിടെയൊക്കെ ഒന്ന് വന്ന് കണ്ട് ആസ്വദിച്ച് പോകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സാർ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വീണ്ടും കല്ലാറ് വഴി അടിമാലി റൂട്ടിൽ പോരുകയാണ്. അടിമാലി വഴി നേരെ മൂവാറ്റുപുഴയ്ക്ക്. ഇപ്പോൾ എന്നിട്ട് സന്ധ്യ ആകാറായിക്കൊണ്ടിരിക്കും. സൂര്യാസ്തമയത്തിൻ്റെ സമയമായി. അന്തരീക്ഷം നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. പക്ഷേ ഓർക്കപ്പുറത്ത് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തേക്കാം എന്നുള്ള ഒരു അവസ്ഥയും കൂടിയുണ്ട്. ഈ ചെറു വെയിലത്ത് ഈ കാഴ്ചകൾ കാണാൻ, ഈ മൂന്നാറിൻ്റെ അല്ലെങ്കിൽ അടിമാലിയുടെ ഭംഗി കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. മൂന്നാറിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം, അടിമാലിയിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. ഈ NH-85 പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ചില യാത്രയിൽ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഇതാ സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നു. ചക്രവാളത്തിൽ ചുവന്ന സൂര്യനെ കാണാൻ നമുക്ക്, സൂര്യനെ കാണില്ലെങ്കിൽ സൂര്യൻ്റെ പ്രഭ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കാണുന്നതാണ് നേര്യമംഗലം പാലം, ചരിത്രമാകുന്ന നേര്യമംഗലം പാലം. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. വീണ്ടും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നതുവരെ വിരാടം വിനോദം എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി.